PCOD പൊതുവെ കാണപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 18 മുതൽ ഏകദേശം 40 വയസ്സ് 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത്. PCOD വരാൻ സാധ്യതയുള്ള ആൾക്കാർ മിക്കപ്പോഴും വണ്ണമുള്ളവരായിരിക്കും. എന്നാൽ മെലിഞ്ഞ വ്യക്തികളിലും PCOD വന്നു ചേരില്ല എന്ന് പറയാൻ പറ്റില്ല. ബ്ലഡ് വരാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബ്ലഡേ വരുന്നുള്ളൂ പീരിയഡ്സ് വരുമ്പോൾ, അല്ല കുറേ കാലം കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് പീരിയഡ്സ് ആകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് PCOS ആണോ എന്ന് സസ്പെക്ട് ചെയ്യാവുന്നതാണ്. സ്ത്രീകളിൽ കാണപ്പെടാത്ത വിധത്തിലുള്ള മുഖത്തിന് മേലെ മീശയോ അല്ലെങ്കിൽ താടി പോലെയുള്ള രോമങ്ങൾ വളരുക, കട്ടിയുള്ള രോമങ്ങൾ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുക, ഇതും PCOSന്റെ ഒരു ലക്ഷണമാണ്. PCOD ഓർ PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, എങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ഗർഭധാരണത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. PCOD പൊതുവെ കാണപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്, അതായത് 18 മുതൽ ഏകദേശം 40 വയസ്സ് 45 വയസ്സ് വരെയുള്ള സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത്. എന്താണ് ഈ PCOS? അപ്പം ഇതിൽ PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന സിൻഡ്രോം എന്ന വാക്ക് ഉപയോഗിക്കാൻ തന്നെ കാരണം ഇതൊരിക്കലും ഓവറീസിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമല്ല. ആക്ച്വലി ഇത് എൻഡോക്രൈനൽ മെറ്റബോളിക് ഡിസോർഡർ ആണ്. ഇതിൽ നമ്മളുടെ PCOD വന്നു ചേരാനായിട്ട് നമ്മളുടെ ശരീരത്തിലെ കുറച്ച് ഹോർമോണുകളുടെ വ്യതിയാനം അതിനൊരു ഭാഗമാകുന്നുണ്ട്. അതേപോലെ നമ്മളുടെ ജീവിതശൈലി കൊണ്ട് നമ്മളുടെ ശരീരത്തിലെ മെറ്റബോളിസം എത്തരത്തിൽ മാറുന്നുണ്ടോ അതും PCOD വന്നു ചേരാനുള്ള ഒരു കാരണമാണ്. പലപ്പോഴും PCOD വരാൻ സാധ്യതയുള്ള ആൾക്കാർ മിക്കപ്പോഴും വണ്ണമുള്ളവരായിരിക്കും. എന്നാൽ മെലിഞ്ഞ വ്യക്തികളിലും PCOD വന്നു ചേരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പം അമിതവണ്ണം PCOD വന്നു ചേരാനുള്ള ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഡയബറ്റീസ് വന്നു ചേരാൻ സാധ്യതയുള്ള വ്യക്തികൾക്കും PCOS കാണപ്പെടാൻ ചാൻസസ് കുറേയേറെ കൂടുതലാണ്. PCOS എന്താണ്? ഈ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ പോളിസിസ്റ്റിക്, പോളി എന്ന് പറയുമ്പോൾ കുറച്ച് ഏറെ, സിസ്റ്റുകൾ അതായത് കുമിളകൾ, സിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ വെള്ളം നിറഞ്ഞ ചെറിയ സെല്ലുലാർ സ്പേസസ്, ഇവ നമ്മുടെ ഓവറീസിൽ, അതായത് അണ്ടം ഉണ്ടാവുന്ന സ്ഥലമാണ് ഓവറീസ്. അപ്പോൾ ഈ ഓവറീസിൽ പോളിസിസ്റ്റുകൾ, പല സിസ്റ്റുകൾ കാണപ്പെടുക എന്നുള്ളതാണ് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോമിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതല്ലെങ്കിൽ USG എടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലാബിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും PCOD അല്ലെങ്കിൽ PCOS ഈ ഓവറിയൻ സിസ്റ്റ് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ ഒരു മെറ്റബോളിക് ഡിസോർഡറും അതോടൊപ്പം തന്നെ എൻഡോക്രൈൻ ഡിസോർഡേഴ്സും കൂടെ കൂടിച്ചേരുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ആ ഒരു ഫേസിലേക്ക് എത്തുന്നത്. എങ്ങനെയാണ് നമുക്കൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് PCOS ഉണ്ടെന്ന് അറിയാൻ പറ്റുക? ആദ്യ ലക്ഷണങ്ങളായിട്ട് കാണപ്പെടുന്നത് മിക്കപ്പോഴും ആർത്തവത്തിൽ വരുന്ന വ്യതിയാനങ്ങളായിരിക്കും. ഒലിഗോമെനോറിയ അല്ലെങ്കിൽ എമെനോറിയ, അതായത് ബ്ലഡ് വരാതിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ബ്ലഡേ വരുന്നുള്ളൂ പീരിയഡ്സ് വരുമ്പോൾ, അല്ല വരുന്നുണ്ട് പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഒരു വലിയ ഗ്യാപ്പ് കഴിഞ്ഞ് പീരിയഡ്സ് ആകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് PCOS ആണോ എന്ന് സസ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ മെൻസസിൽ ഈ ഒരു വ്യതിയാനം കൂടാതെ പീരിയഡ്സ് വരുമ്പോൾ വല്ലാതെ വേദനകൾ ഉണ്ടാവുക, ഡിസ്മെനോറിയ പോലത്തെ കണ്ടീഷൻസ് കാണിക്കുക, അതും ഒരു മെൻസ്ട്രൽ ചേഞ്ച് PCOSുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരാവുന്നതാണ്. ഇതിനപ്പുറം നമ്മളുടെ എക്സസീവ് ഫേഷ്യൽ ഹെയർ ഗ്രോത്ത്, അതായത് സ്ത്രീകളിൽ കാണപ്പെടാത്ത വിധത്തിലുള്ള മുഖത്തിന് മേലെ മീശയോ അല്ലെങ്കിൽ താടി പോലെയുള്ള രോമങ്ങൾ വളരുക, കട്ടിയുള്ള രോമങ്ങൾ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുക, ഇതും PCOSന്റെ ഒരു ലക്ഷണമാണ്. ഇതുകൂടാതെ PCOS ഉള്ള ഒരു സ്ത്രീക്ക് അമിതവണ്ണമാണെങ്കിൽ ആ വണ്ണം കുറയ്ക്കാനായിട്ട് അവരെടുക്കുന്ന പല കാര്യങ്ങൾ, പല എക്സസൈസ് ചെയ്യേണ്ടായിരിക്കാം, ഡയറ്റ് ചെയ്യേണ്ടായിരിക്കാം, പക്ഷെ അവർക്ക് ആ വണ്ണം കുറയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു ചേരുക, അതും PCOSന്റെ ഒരു ലക്ഷണം തന്നെയാണ്. അപ്പം ഇത്തരത്തിലെ ലക്ഷണങ്ങൾ ഒരു സ്ത്രീയിൽ കാണപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഗർഭധാരണം എളുപ്പത്തിൽ നടക്കില്ല, ഒരു പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ് കുറയും. ഇനി ഇൻ കേസ് പ്രഗ്നൻസി ആയാൽ അവിടെയും അബോർഷനുള്ള ചാൻസസ് വളരെയേറെ കൂടുതലായിരിക്കും. പ്രഗ്നൻസി ടു ദ എൻഡ്, അതായത് തികച്ചും പ്രഗ്നൻസി പ്രോപ്പറായിട്ട് ടു ദ എൻഡ് എത്തിക്കാനും പലപ്പോഴും സാധിക്കാതെ വരും. അപ്പോൾ ഇതെല്ലാം PCODയുടെ കുറച്ച് ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് ഓവറീസിൽ ഉണ്ടാവേണ്ട എഗ്സിന് പകരം നമുക്ക് അത് സിസ്റ്റിക് ആയിട്ട് മാറുകയാണ്.
ആ സിസ്റ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് ഒരു എഗ്ഗ് ഉണ്ടായി അത് വളർന്ന് പൂർണ്ണമായ ഒരു അണ്ടമായിട്ട് ഓവറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്നതിന് പകരം അത് ഹാഫ് വേ ഗ്രോത്ത് പകുതി എത്തുമ്പോൾ തന്നെ അത് സിസ്റ്റിക്കായി മാറുകയും അതിൽ അണ്ടം ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ കുറേ ഏറെ സിസ്റ്റുകൾ ഉണ്ടായി വരികയും അത് നമ്മൾ USG എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പേൾ ബീഡ് അപ്പിയറൻസ് എന്നൊക്കെ പറയും. അതായത് മുത്തുകൾ ഒരു മാലയിൽ കോർത്തിരിക്കുന്ന രീതിയിലുള്ള സിസ്റ്റുകൾ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു സ്കാൻ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അത് PCOD തന്നെയാണ്. ഇനി PCOD വന്നു കഴിഞ്ഞാൽ ഇതിന് ചികിത്സയുണ്ടോ, ഇതെങ്ങനെ മാറ്റാം? പലപ്പോഴും PCOD ആണ് എന്നറിഞ്ഞ ഉടനെ ഒരു സർജിക്കൽ ഇൻ്റർവെൻഷൻ, ഒരു കീഹോൾ സർജറി അല്ലെങ്കിൽ ഒവേറിയൻ സ്ക്രേപ്പിംഗ്സ്, ഇത്തരത്തിലുള്ള സർജിക്കൽ ഇൻ്റർവെൻഷൻസിലേക്കാണ് ആൾക്കാർ മിക്കപ്പോഴും പോകാറുള്ളത്. പക്ഷേ ഹോമിയോപ്പതി പോലെയുള്ള മെഡിക്കൽ സയൻസസിൽ നമുക്ക് PCOSന് മരുന്നുകൾ ഉള്ളിൽ കൃത്യമായ മരുന്നുകൾ കഴിച്ച് ആ കണ്ടീഷൻ പൂർണ്ണമായിട്ടും മാറ്റി തിരിച്ച് നോർമൽ ഹെൽത്തിലേക്ക് വന്നു ചേരാൻ സാധിക്കുന്നതാണ്.